1 2 3 ഈ ചിരിക്കളപ്പ് എന്നൊക്കെ പറയുന്നത് ടൗണിലെ ഏർപ്പാടല്ലേ, നാട്ടും പുറത്ത് ആർക്കറിയാനാ. അതുകൊണ്ട് ആ ഗൗരവമായിട്ടൊരു ബോർഡ് വെക്കാം എന്ന് ഞങ്ങൾ തീരുമാനിച്ചത്. അതെ, ബോർഡില്ലെങ്കിലേ ഞങ്ങൾ ചിരിക്കുന്നത് കണ്ട നാട്ടുകാർ ചിരിക്കും. ബോർഡ് ഞാൻ അങ്ങോട്ട് കൊണ്ടുവരാനിരുന്നതാ. നിതീഷേ, കൊണ്ടുവാ. പേരിനൊരു ബോർഡ് എന്നേ ഞങ്ങൾ ഉദ്ദേശിച്ചുള്ളൂ. അത് ഇത്ര ഗംഭീരമാവെന്ന് വിചാരിച്ചില്ല. അത്രയ്ക്ക് ഗംഭീരമായിട്ടൊന്നുമില്ല, പേരിന് തന്നെയാ. ഇതൊരു ഭാഗ്യമാ. ഫൈൻ ആർട്സ് കോളേജിൽ നിന്ന് ചിത്രരചനയ്ക്ക് 1ാം റാങ്ക് വാങ്ങിയ ആള്, അറിയപ്പെടുന്ന ചിത്രകാരൻ. അങ്ങനെ ഒരാളുടെ കയ്യിൽ നിന്ന് തന്നെ ക്ലബിന് ഇങ്ങനൊരു ബോർഡ് കിട്ടിയല്ലോ. അല്ല, ഈ കൃഷിയുടെ പുറകെ നടന്ന് തന്റെ വരയൊക്കെ വിട്ടോ? അല്ല, ഒന്നാലോചിച്ചാ കൃഷി ഒരു കല തന്നെയാണ്. എന്റെ ഈ കൃഷിയൊക്കെ കണ്ടിട്ട് കാനായി സാർ പറഞ്ഞ എന്താണെന്ന് അറിയാമോ? നിന്റെ കൂടെ പഠിച്ചവർ ക്യാൻവാസിൽ മാത്രം ചിത്രം വരയ്ക്കുമ്പോൾ നീ ഭൂമിയിൽ ചിത്രം വരയ്ക്കുന്നു എന്നാ. അപ്പൊ ശരി, ഒരു റൗണ്ട് ചിരി കഴിഞ്ഞാൽ പിന്നെ കുറെ നേരം വിശ്രമമാണ്, ചർച്ച, നാട്ടുവർത്താനങ്ങള്. അടുത്ത റൗണ്ട് തുടങ്ങുന്നത് ഈ ബോർഡ് വെച്ചിട്ടാകാം. എന്താ? ശരി. ഞങ്ങളുടെ ചിരിക്ലബിനെ കുറിച്ച് വിരോധികൾ പറയുന്നത് എന്താണെന്നറിയാമോ? ജീവിതത്തിൽ നിന്ന് ചിരി നഷ്ടപ്പെട്ടു പോയവരുടെ കോപ്രായം. അല്ല, ഈ വിരോധികളാണ് പലപ്പോഴും സത്യം പറയുന്നത്. ശരി. എന്താ എന്താ സഞ്ചിയിൽ ജീരവെള്ളം കാണും, എടുത്തു കൊടുക്കും. കുടിക്ക് കുടിക്ക്. ഗുളിയുണ്ടോ? സഞ്ചിയിൽ ഗുളിക ഇരിപ്പുണ്ടോ? എടുത്തിട്ടില്ല. ഗുളിക എടുത്തിട്ടില്ല. ഒന്നുമില്ല ഒന്നുമില്ല എന്തോ ഒന്നുമില്ല. ചിരിക്കണ്ട, വെറുതെ നോക്കിയിരുന്നാ മതി പറഞ്ഞാൽ കേക്കില്ല. ഡിഗ്രിക്ക് പഠിക്കുന്ന വിചാരം. ചിരിക്കാനും കുറെ ആരോഗ്യം വേണമെന്ന് പറഞ്ഞാൽ ആര് കേൾക്കാനല്ലാതെ. അതെ, ഇനി മക്കളുടെ സർട്ടിഫിക്കറ്റ് ഇല്ലാതെ ഇവിടെ ചിരിയും കളിയൊന്നും വേണ്ട. ഈ ചിരിക്കളപ്പ് ഉണ്ടാക്കിയത് ഞാനാ. അതുകൊണ്ട് ഇതെങ്ങനെയുണ്ട്? അപ്പൊ തുടങ്ങാം. 1 2 3. വേണ്ട 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 വേണ്ട, വലിയ ചിരിയൊന്നും വേണ്ട. ഇവര് ചിരിച്ചോളും, മനസ്സിലായോ? ആഹാ, അഞ്ജലി മാഡത്തിന് നേരത്തെ ആണല്ലോ. അച്ഛൻ വന്നോ? അപ്പൂപ്പനെ ഇന്ന് വഴക്ക് പറഞ്ഞോ? കുറച്ച്. കിട്ടുന്നത് വായിച്ചു. അപ്പൂപ്പനെ പിടിച്ചോ മോളെ. മോളുടെ കൂടെ താമസിച്ച മരുമോന്റെ ഗമ കാണണം. സർവീസിലിരുന്നപ്പോ സിംഹാസനമുള്ളൊക്കെ രാമേന്ദ്രൻ സാറിന്റെ പോക്ക് കണ്ടില്ലേ? ഞാനും ഇറങ്ങുക. ഇനി മോന്റെ കൂടെ താമസിച്ചാലോ? ഒന്ന് പോടൂ. ഒറ്റയ്ക്ക് നടന്ന് താ ഉരുണ്ട് വേണ്ട, ഞാനും കൂടെ വന്നേക്കാം. അത് ശരി, അപ്പൊ നല്ല സൗകര്യമായിരിക്കും. രണ്ടുപേർക്കും കൂടെ ഉരുണ്ട് വീഴാമല്ലോ. പിന്നെ ബിപിയാ, ഭാര്യയെ പേടി. എന്നാ താനും വിട്ടോ. മക്കളെ ഇങ്ങനെ പേടിക്കുന്നത് ഒന്നോർത്താലൊരു ഭാഗ്യമാ. അല്ല, ഇങ്ങനെ വരച്ചവരെ നിർത്താൻ മക്കൾ അടുത്തുണ്ടല്ലോ. അങ്ങനെ നമ്മൾ അവരെ എത്രമാത്രം പേടിപ്പിച്ചിരിക്കുന്നു, ശിക്ഷിച്ചിരിക്കുന്നു. സതീശ എന്ന് ഞാൻ ഉറക്ക വിളിച്ചാൽ 10ാം ക്ലാസ് വരെ അവൻ പെടുക്കുമായിരുന്നു. ഇതെവിടെയാ ഒന്ന് തൂക്കുക? അവിടെ കേട്ടോ. കൊള്ളാം, പോവാം. അതേതായാലും ജോറായി.
താക്കോല് അതെ, വയ്ക്കുന്നത് ഒരിടത്ത് നോക്കുന്നത് വേറൊരിടത്ത് എങ്ങനെ കിട്ടാനാ? താക്കോല് സാധാരണ എവിടെ വെക്കാറ്? അവിടെ തന്നെയുണ്ട്. ആശേ, ആശേ, എഴുന്നേക്ക്. ആദർശ്, ആദർശ്, മോൻ എഴുന്നേറ്റ് പഠിക്കുക. അതെ, ഞങ്ങള് സെക്രട്ടേറിയറ്റുകാർ ഒരു കാര്യം തീരുമാനിച്ചാൽ അത് നടത്തിയിരിക്കും. ഞങ്ങളുടെ പെൻഷൻ പ്രായം 58 ആക്കാനുള്ള തീരുമാനം ക്യാബിനറ്റോട് ഇനി തീരുമാനിക്കാൻ അധികം വൈകിയല്ല. ഇവിടെ തൊഴിലില്ലാത്ത ലക്ഷോപലക്ഷം ചെറുപ്പക്കാര് കുറെ ട്രാൻസ്പോർട്ട് ബസ്സിന് കല്ലെറിയുകയും സെക്രട്ടേറിയറ്റിന് മുന്നിൽ ചെന്ന് കുറെ പോലീസായിട്ട് വടം വലി നടത്തുകയും ചെയ്യും. 2 ദിവസം അത് കഴിഞ്ഞ എന്നതാ എല്ലാ ഷൂ. പിന്നെ ഇവിടത്തെ വിപ്ലവ പ്രസ്ഥാനങ്ങളൊക്കെ കയ്യും കെട്ടി നോക്കിയിരിക്കുന്നാണോ? നമുക്ക് കാണാം. ഈ പെൻഷൻ പ്രായം ഇനിയും കൂട്ടുന്ന കാര്യമല്ല നടക്കുവോ സാറേ? ഞാനിപ്പോ ഇതിലൊന്നും ശ്രദ്ധിക്കാറില്ല സാറേ. അറിയാലോ, എവിടെയാ സമയം? ആദർശിന്റെ എൻട്രൻസ് എക്സാം കഴിയുന്നവരെ എന്റെ തലയിൽ ഇതൊന്നും കേറുകയില്ല. ദേ കണ്ടില്ലേ, ഈ രാഷ്ട്രീയക്കാരെവിടെ ആയാലും താമസിച്ചേ വരുള്ളൂ. അവര് വിചാരിച്ചാൽ 30-40 ലക്ഷം കൊടുത്ത് പുഷ്പം പോലെ മെഡിക്കൽ കോളേജിൽ സീറ്റ് വാങ്ങിച്ചെടുക്കാൻ പറ്റും. നമ്മുടെ കുട്ടികൾക്ക് മാർക്കില്ലെങ്കിൽ മെഡിക്കൽ കോളേജിന്റെ പടി ചവിട്ടാൻ അസുഖം എന്തെങ്കിലും പിടിക്കണം. അത് കറക്റ്റാ. സ്വർണത്തിന്റെ വില ഇങ്ങനെ റോക്കറ്റ് പോലെ പോയാ മോളെ കെട്ടിക്കാറാവുമ്പോ പവൻ 1 ലക്ഷം രൂപയാവും. പെട്രോളിന് 1000 രൂപയും. മോൻ ഡോക്ടറായി കഴിഞ്ഞാൽ പിന്നെ അവൻ നോയിക്കൊള്ളു അതൊക്കെ. അത് ശരിയാ. അതൊക്കെ മോളിൽ ഒരാളുടെ ഇരിക്കുന്ന കാര്യങ്ങളല്ലേ. ആദർശിന് അഡ്മിഷൻ കിട്ടിയില്ലെങ്കിൽ പിന്നെ ആർക്ക് കിട്ടാനാ സാറേ? രാവിലെ ഇവിടെ ട്യൂഷൻ, വൈകിട്ട് നമ്മുടെ വാരിത സാർ അവിടെ, പിന്നെ ഹോളിഡേസിൽ വേറെയും. ഉറപ്പല്ലേ അവന് കിട്ടും? ഏയ്, അതൊന്നും പറയാൻ പറ്റില്ല സുബൈറെ. എൻട്രൻസിന്റെ കാര്യല്ലേ സാറേ. സാറേ ആസാമി. ആസാമോ? സാറിനൊരു 35 രൂപ അങ്ങോട്ട് വരും. അശോ സാറേ, എൻ്റെ ഭാര്യൻ്റെ ചേച്ചി
ജനറൽ ആശുപത്രി കിടക്കാണ്. എന്താ പ്രശ്നം? കാല് നിലത്തൂന്നാൻ വേണ്ട വേദന, മുട്ടിന് ഓപ്പറേഷൻ വേണമെന്നാ പറയണ. ചെറിയാൻ ഡോക്ടറാ. സാറൊന്ന് വിളിച്ചു പറഞ്ഞ വലിയ ഉപകാരമായി. സ്വാമി, ചിക്കിലി എന്തെങ്കിലും വേണമെങ്കിൽ നേരത്തെ പറയണം, അല്ല സമയത്തോടി വരരുത്. കണ്ടോ DHS ഒരു വില. ഡയറക്ടറേറ്റ് ഓഫ് ഹെൽത്ത് സർവീസ് അല്ല, ഡയറക്ടറേറ്റ് ഓഫ് ഹെൽപ്പ് ആൻഡ് സർവീസ്. സ്വാമി, ആളിന്റെ പേരും പേരും ഇങ്ങി കുറിച്ചതാ. ഞാൻ ഒരു 11:11 ഓഫീസിലേക്ക് വന്നേക്കാം സാറേ. ശരി. ഡോക്ടർമാരുമായി അടുത്ത ബന്ധമുണ്ടെങ്കിലേ ഇങ്ങനെ ചില ഉപകാരങ്ങളുണ്ട്. എന്ത് ബന്ധം സാറേ? ഞങ്ങൾ ഈ ഓഫീസിൽ വർക്ക് ചെയ്യുന്നുണ്ട്. തൽക്കാലം ഞങ്ങൾ പറയുന്ന അവർ കേൾക്കും. ഇല്ലെങ്കിൽ അവരൊക്കെ വലിയ ആൾക്കാരല്ലേ. ഞങ്ങളെപ്പോലുള്ള ക്ലർക്കന്മാരെ മൈൻഡ് ചെയ്യേണ്ട കാര്യം എന്താ? സത്യം പറ, സാർ ഇങ്ങനെ ഡോക്ടർമാരോട് ഇടപെടുന്നുണ്ടല്ലേ മോനെ ഡോക്ടറാക്കാൻ ഇത്ര ആഗ്രഹം അല്ലേ? ഏയ്, ഈ പറയുന്ന ആള് സാമൂഹ്യ പ്രവർത്തനത്തിനല്ലേ മോനെ ഡോക്ടറാക്കുന്നത്? അയ്യോ, ഒരു തമാശ പറഞ്ഞതാണേ. അല്ലേലും രാഷ്ട്രീയക്കാർ ഇങ്ങനെയാ. ഒന്ന് പറഞ്ഞ അടുത്തതിന് ആസിഡ് ബൾബ്. വിപ്ലവകാരി. ദോശ മുഴുവൻ കഴിക്കണം. ചോറ്. ആ, ഇങ്ങോട്ട് ചിക്കി അങ്ങോട്ട് ചിക്കി കഴിക്ക്. മതി അമ്മേ. അമ്മ ഭയങ്കര ലക്കിയാ, ഒരിടത്തും പോകണ്ടല്ലോ. അമ്മേ, അഖിലയുടെ മമ്മി ഹൗസ് വൈഫ് ആണെങ്കിലും ഭയങ്കര ബിസിയാ. രാവിലെ ജിമ്മിൽ പോകും, ആഫ്റ്റർനൂൺ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിന് പോകും, വൈകുന്നേരം ഇപ്പൊ ബ്യൂട്ടീഷ്യൻ കോഴ്സിന് പോകുന്നമ്മേ. അഖിലയുടെ മമ്മി ഒരു സംഭവം തന്നെ അല്ലേ? അമ്മി സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിൽ പഠിക്കാൻ പോ, നല്ലതാ. ഇവിടെ മലയാളം പറയുന്നത് കേൾക്കാൻ ആളില്ല, പിന്നെ ഇംഗ്ലീഷ്. ദേ, കഴിക്കുന്നില്ലെങ്കിൽ പോയി കൈ കഴുകു. അമ്മ ഇവിടെ ഒറ്റയ്ക്കിരുന്ന് ബോറടിക്കുന്ന കാര്യം പറഞ്ഞപ്പോ അഖിലയാ സ്പോക്കൺ ഇംഗ്ലീഷിന്റെ കാര്യം പറഞ്ഞ. നീയെങ്കിലും അമ്മയുടെ കാര്യം ഓർത്തല്ലോ. വാ, ഒന്ന് വേഗം വാ അമ്മേ. നോക്കി നോക്കി. ഒരു 2 മിനിറ്റ് നേരത്തെ ഇറങ്ങിയാൽ എന്താ കുഴപ്പം? വണ്ടി വരുമ്പോ എന്നും ഒരു ഓട്ടം. ഫാനിന്റെ റെഗുലേറ്ററും ബാത്റൂമിലെ ഒരു ടാപ്പ് മാറ്റാൻ 380 രൂപയെന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ അത്രയ്ക്ക് അങ്ങോട്ട് പിടിച്ചില്ല. വാടക മാസം മാസം വാങ്ങി എണ്ണി പോക്കറ്റിലിടാൻ വലിയ ഉത്സാഹമാണ്. മെയിൻ്റനൻസ് നേട്ട അപ്പം മുഖം മാറും. ഹൗസിംഗ് ബോർഡിൽ ഒരു 2 ബെഡ്റൂം ഫ്ലാറ്റ് കൊടുക്കാനുണ്ടെന്ന് മീൻ കൊണ്ടുവരുന്ന മേരി പറഞ്ഞു. ലോണോ മറ്റോ? ആ ഹെൽമെറ്റ് ഇങ്ങെടുക്ക്. പിടിച്ച 500 രൂപ പോയി കിട്ടും. രാവിലെ 9 കഴിഞ്ഞാൽ പിന്നെ പോലീസുകാരുടെ പ്രധാന പണി ഇപ്പം ഇതാ. ഫ്ലാറ്റിൻ്റെ കാര്യം നമുക്ക് ആലോചിക്കാം. വൈകിട്ടാവട്ടെ. വൈകിട്ടാവുമ്പോൾ പറയും രാവിലെ ആവട്ടെ എന്ന്, രാവിലെ ആകുമ്പോൾ പറയും വൈകിട്ടാവട്ടെ എന്ന്. കഴിഞ്ഞ 3 വർഷമായിട്ട് ഞാനിത് കേൾക്കുകയല്ലേ. മോൻ്റെ എൻട്രൻസ് എക്സാം കഴിയുന്നവരെ നീ എനിക്ക് അല്പം മനസ്സമാധാനം എന്താ? മക്കളെ 2 ഒരു നിലയിലെത്തിക്കാൻ ഞാൻ കിടന്ന് നെട്ടോട്ടം ഓടുക.
ഗുഡ് മോർണിംഗ്. മോർണിംഗ്. അത് ഞാൻ പറഞ്ഞേക്കാം. ഓക്കെ, ശരി. ഗുഡ് മോർണിംഗ് സർ. ബിന്ദു ഇന്നലെ വീട്ടിൽ പോയില്ലായിരുന്നു. രാവിലെ ഇത്തിരി നേരത്തെ വന്ന പെൻഡിംഗ് ഉള്ള ജോലി തീരും സർ. എന്ന് വെച്ചാൽ ഞങ്ങളൊക്കെ വന്നാൽ ബിന്ദുവിന്റെ ജോലി നടക്കില്ല എന്ന് പറഞ്ഞത് കേട്ടോ അശോക? പറഞ്ഞത് നേരല്ലേ സാർ? അത് ശരി, അപ്പൊ അങ്ങനെയായോ? വന്ന് കയറും മുമ്പ് എരണക്കേട് കാട്ടാതടോ. ഹലോ, ബാലൻസ് തരാനുള്ളത് വാങ്ങിയിട്ട് സാധനം കൊടുത്താൽ മതി. ശരി. ഓ, ഞങ്ങൾ 5 രൂപ കൂട്ടിയാൽ വാങ്ങാൻ വലിയ പ്രയാസ. ഇന്നത്തെ കാലത്ത് വൃത്തിയായിട്ടൊരു ആൻജിയോഗ്രാം ചെയ്യാൻ രൂപ 4 ലക്ഷം വേണം. ഞാൻ തമിഴ്നാട്ടിൽ പോയി കഷ്ടപ്പെട്ട് ഫസ്റ്റ് ക്വാളിറ്റി ഏത്തക്ക നേരിട്ടെടുത്തു കൊണ്ടുവന്നാ പൊടിയാക്കി കൊടുക്കുന്നത്. അല്ല, പാലിൽ കലക്കി കുടിക്കാൻ വേറെ ഏത് കമ്പനി സാധനത്തെക്കാളും ടേസ്റ്റും ഗുണവും ജേക്കബ് ബനാന ടോണിന് തന്നെയാ. അശോകന്റെ മക്കള് എത്ര കാലമായിട്ട് കുടിക്കുന്നു അല്ലേ അശോക? അങ്ങനെ ചിരിക്കണ്ട ബിന്ദു. അശോകന്റെ മകൻ എൻട്രൻസിന് ഫസ്റ്റ് റാങ്ക് വാങ്ങിക്കട്ടെ. അന്ന് ഞാൻ ജേക്കബ് ബനാന ടോണിന്റെ പരസ്യത്തിൽ അശോകന്റെ മകന്റെ ഫോട്ടോ വെച്ചടിക്കും. 1ാം റാങ്കുകാരന്റെ ബുദ്ധിശക്തിക്ക് പിന്നിൽ ജേക്കബ് ബനാന ടോൺ. അത് കൊള്ളാം സർ. ആദർശ് 10ാം ക്ലാസ് ആയതു മുതൽ ഈ നിമിഷം വരെ അശോകൻ സാറ് നേരെ ശ്വാസം വിട്ടിട്ടില്ല. ആണോ അശോക? താൻ ശ്വാസം വിട്ടിട്ട് 3 വർഷം ആയോ? മക്കളുടെ കാര്യമല്ലേ സാർ? മക്കളുടെ കാര്യം. അവസാനം മരിച്ചു ചെല്ലുമ്പോ കർത്താവ് ചോദിക്കും, മകനെ നീ നിനക്ക് വേണ്ടി ജീവിച്ചോ അതോ നിന്റെ മകന് വേണ്ടി ജീവിച്ചോ എന്ന്. അന്നേരം കിടന്ന് ബബാബാന്നാവരുത്. ഒരു പ്രായമായ പിന്നെ നമ്മൾ മക്കൾക്ക് വേണ്ടിയല്ലേ സാർ ജീവിക്കേണ്ടത്? ഹൈസ്കൂളിൽ പഠിക്കുമ്പോൾ ഞാൻ വിചാരിച്ചു 10ാം ക്ലാസ് ജയിക്കുന്നതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ സംഭവം എന്ന്. പിന്നീട് തോന്നി ഡിഗ്രി കഴിയുന്നതാണെന്ന്. വിപ്ലവം തലയ്ക്ക് പിടിച്ചപ്പോൾ കുറച്ചു കാലം ഇതിലൊന്നും വലിയ കാര്യമില്ലെന്ന് തോന്നി. പിന്നെ ജോലി, വിവാഹം, കുട്ടികൾ. പക്ഷേ ഇപ്പോഴാ ദൈവം കണ്ണു തുറപ്പിച്ചത്. നമ്മുടെ ഏറ്റവും വലിയ വിജയം മക്കളുടെ നല്ല ഭാവി തന്നെയാ സാറേ. ഒന്നാലോചിച്ച നമ്മളെയൊക്കെ സൃഷ്ടിച്ചിരിക്കുന്നത് തന്നെ അടുത്ത തലമുറയ്ക്ക് വേണ്ടിയല്ലേ. അശോകൻ ഈ പറയുന്നതൊക്കെ വൃത്തിയായിട്ട് എഴുതി ഏതെങ്കിലും മാഗസിന് കൊടുക്ക്. അശോകൻ ചിറക്കര കവിത പോയിട്ട് ക എന്നെഴുതിയിട്ട് വർഷം എത്രയായി? എഴുതാനുള്ള ഒരു മൂഡിലല്ല സാറേ ഞാൻ. എഴുതാൻ എന്തിനാ മൂഡ്? കടലാസും പേനയും പോരെ. എടോ, തനിക്കിതെന്തിന്റെ കേടാ? താനിതെല്ലാം കൂടെ കൂട്ടിവെച്ച് എന്നെ കത്തിക്കാൻ പോവാണ്. ഏത് സാറ്? നാളെ ഒരു കല്യാണം. അതിന് 2 ദിവസത്തെ ലീവ് വേണമായിരുന്നു. 2 അല്ല, താൻ 4 ദിവസം കഴിഞ്ഞിട്ട് വന്നാ മതി. ഇതെല്ലാം ഇവിടെ കൊണ്ടുപോകുന്നു. ഇത് അത്ര അത്യാവശ്യം ഉള്ളതല്ല സാർ. എന്നാ താൻ ഇപ്പോഴേ പൊയ്ക്കോ. താങ്ക് യു സാർ. അശോകൻ, നമ്മളിപ്പോ എവിടെയാ നിന്നത്? കവിതയില്. അശോകൻ ചിറക്കരയുടെ പുതിയ കവിത അടുത്ത ലക്കം പ്രതീക്ഷിക്കാവോ? വേണമെങ്കിൽ എന്റെ ലൈഫ് തന്നെ അശോകൻ കവിതയാക്കിക്കും. അപ്പൻ സർവീസിലിരുന്ന് മരിച്ചതുകൊണ്ട് സർക്കാർ ജോലി കിട്ടിയ ഒരു മകന്റെ വിലാപം, നൊമ്പരം, നൊന്തു പെറ്റവൾ, നെഞ്ചകം എല്ലാ സമാസമത്തിന് ചേർത്ത് ഒരു കാച്ചങ്ങ് കാച്ച്. അച്ഛാ ഇതന്തം വിട്ടൊരു മകൻ. കാശ് വാങ്ങിയിട്ട് സാധനം കൊടുത്താ മതി. സാരമില്ലടോ, നമുക്കിപ്പോ ആരോഗ്യത്തിന് വല്ല തകരാറും ഉണ്ടോ? പിന്നെന്തിനാ വേറൊരാളുടെ സഹായം? അത് തന്നെയാ സതീശനും പറഞ്ഞത്. അച്ഛന് അസുഖമൊന്നുമില്ലല്ലോ, കുറച്ചു നാൾ അമ്മ ഞങ്ങളുടെ ഒപ്പം വന്ന് നിൽക്കട്ടെ എന്ന്. 2 ആൾക്കും ജോലി ഉള്ളത് കൊണ്ട് കുട്ടികളുടെ കാര്യം നോക്കാൻ ഒരാളിന്റെ സഹായമില്ലാതെ പറ്റില്ല അത്രേ. ഇന്നത്തെ കാലത്ത് വിശ്വസിച്ച് എങ്ങനെയാ ഓരോരുത്തരെ വീട്ടുജോലിക്ക് നിർത്തുന്നത്? അച്ഛന് വേണമെങ്കിൽ ചേച്ചിയുടെ വീട്ടിൽ പോയി നിൽക്കാമല്ലോ എന്നൊരു ഉപദേശവും. എന്താവും പറഞ്ഞത് ശരിയല്ലേ? പഴയ മനസ്സായതുകൊണ്ടാവും ശരികേടായി തോന്നുന്നത്. അമ്മയെ കൂടെ കൊണ്ടുപോകണമെന്ന് അവരങ്ങ് തീരുമാനിക്കുക. വയസ്സായി കഴിഞ്ഞാൽ പിന്നെ അമ്മയുടെ അച്ഛൻ്റെ ഒക്കെ ഇഷ്ടം ആർക്കറിയണം? എന്നെ ഒറ്റയ്ക്കാക്കി വരാൻ പ്രയാസമാണെന്ന് സാവിത്രി പറഞ്ഞപ്പോ എന്റെ മരുമോള് ചോദിച്ച എന്താണെന്നറിയോ? വയസ്സുകാലത്ത് അമ്മയ്ക്ക് ഇത് എന്തിന്റെ കേടാണ്? എന്താ കൃഷ്ണൻ നായരെ അവൾ ചോദിച്ചതിന്റെ അർത്ഥം?
വാ, നമുക്കൊന്ന് നടന്നിട്ട് വരാം. വാ. Ready? 1, 2, 3. എല്ലാം ശരിയാണ്. ഇനി മോനെ ഉറങ്ങിക്കോ. മോളെ നേരെ കിടത്തു ആശേ. ഇന്നുച്ചയ്ക്ക് ലക്ഷ്മി അമ്മായി വിളിച്ചിട്ട് പറയാ, നമ്മളൊക്കെ അങ്ങോട്ട് കണ്ടിട്ട് എത്ര നാളായി. അതൊക്കെ നാളെ രാവിലെ സംസാരിക്കാം. ലൈറ്റ് ഓഫ് ചെയ്തേക്കോ ആശേ. പ്രണയമത്രമേൽ ഹ്രസ്വമാം, വിസ്മൃതി അതിലും എത്രയോ ദീർഘം. ഇതുപോലെ പല നിശകളിൽ എൻ്റെ ഈ കൈകളിൽ അവളെ വാരിയെടുക്കയാലാകണം. ഹൃദയം ഇത്രമേൽ ആകുലമാകുന്നത് അവളെ എന്നേക്കുമായി പിരിഞ്ഞതിൽ. പ്രണയമത്രമേൽ ഹ്രസ്വമാം. വാട്ട് ഈസ് ദ മീനിങ് ഓഫ് പ്രണയം? റൈറ്റ് ഇറ്റ്. പ്രണയം മീൻസ് ലവ്. Atramal Hraswam means that is too short. Love is too short. Got it? Okay? Actually, what is love? Just think about love. Real love. Okay, class is over. From 21. ഈ പ്രോജക്റ്റ് ഒക്കെ ഉണ്ടാക്കുന്നതിന്റെ മാർക്ക് എനിക്കാ തരേണ്ടത്. കോളേജിൽ പഠിക്കുന്ന കാലത്ത് പോലും ഞാനിങ്ങനെയൊന്നും കഷ്ടപ്പെട്ടിട്ടില്ല.
എന്താ അടുത്തത്? ഇനി ഒരു ഗ്രാസ് ലാൻഡിന്റെ പടം കൂടെ വരയ്ക്കണം. പടം വരയ്ക്കേ? ഞാനോ? നന്നായി. Conversation here between Lord and Finn. It'll be about length. Goes big at the top edge. Keeper is getting underneath. പഠിക്കാനുള്ള സമയത്ത് വെറുതെ ടൈം വേസ്റ്റ് ചെയ്യാണോ? അല്ല, അവളുടെ പ്രോജക്റ്റിനാ. കഴിഞ്ഞ ക്ലാസ് ടെസ്റ്റിന് ഫിസിക്സിന് 1 മാർക്ക് കുറവാ, അറിയോ? ആദർശ് പോരുന്ന് പഠിച്ചേ. ഇത് കംപ്ലീറ്റ് ചെയ്തോട്ടെ. ആശേ പ്ലീസ്. 24 മണിക്കൂറും പഠിക്കണമെന്ന് വെച്ചാ അവന്റെ കോൺസെൻട്രേഷൻ ഡീവിയേറ്റ് ചെയ്യരുതെന്ന് 1000 വട്ടം പറഞ്ഞിട്ടുണ്ട്. അശോകേട്ടന് എങ്ങനെ ഇങ്ങനെ ആകാൻ കഴിയുന്നു? എങ്ങനെ? ഒരു 10 മിനിറ്റ് ഞാൻ അമ്പലത്തിൽ പോയിട്ട് വന്നപ്പോഴേക്കും അവിടെ TV ഓൺ ചെയ്ത് ഇവിടെ പടവും വരച്ച്. ഞാൻ ആർക്ക് വേണ്ടിയാ ആശ ഓടുന്നത്? ഓടുകയല്ലോ, ഓടിക്കല്ലേ. നീ കുറച്ചെങ്കിലും എന്നെ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കും പ്ലീസ്. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എനിക്കൊന്നും മനസ്സിലാവുന്നേ ഇല്ല. ഞാൻ നോക്കിയിട്ട് ഈ ഒരു വഴിയേ കാണുന്നുള്ളൂ. അച്ഛനൊന്നും കൂടി സാവധാനം ചിന്തിക്ക്, എന്നിട്ട് തീരുമാനിച്ചാൽ മതി. എന്താ വലിയ കടുത്ത തീരുമാനങ്ങളൊക്കെ? എന്താ ദിവാര? സതീശനെപ്പോ വന്നു? കൃഷ്ണമാമ, ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എനിക്ക് ഇവിടെ ഒന്ന് നിൽക്കാൻ പറ്റുമോ? അച്ഛൻ ഇവിടെ ഒറ്റയ്ക്കാക്കിയിട്ട് ഞങ്ങൾ അവിടെ കഴിയുന്ന ഇഷ്ടമായിട്ടാ? അതുകൊണ്ടാണ് ഞാൻ അച്ഛനോട് പറഞ്ഞത് ചേച്ചിയുടെ വീട്ടിൽ പോയി നിൽക്കാൻ. അവരച്ഛനെ പൊന്നുപോലെ നോക്കിക്കോളും. ഞാനത് പറഞ്ഞോണ്ടാ ദേ ഇങ്ങനെ ഇരിക്കുന്നത്. എന്റെ അവസ്ഥ ഞാൻ ആരോടാ പറയാ? നമുക്ക് ആലോചിച്ച് തീരുമാനിക്കാം സതീശ. എന്റെ കൃഷ്ണമാമ, ഈ ചെറിയ കാര്യത്തിൽ എന്താ അത്ര ആലോചിക്കാൻ? ഞാൻ ഇറങ്ങാ. താഴ്ന്ന് എഴുന്നേറ്റേ, നമുക്ക് നടന്നിട്ട് വരാം. എഴുന്നേറ്റേ. സതീശൻ പറഞ്ഞതിൽ ഞാൻ തെറ്റൊന്നും കാണുന്നില്ല. വയസ്സുകാലത്ത് മക്കളുടെ കൂടെ ചെന്ന് നിൽക്കുക എന്ന് പറയുന്നത് ഒരു ഭാഗ്യമാടോ. താൻ ചുമ്മാ വെറുതെ അത് ഇതൊക്കെ ആലോചിച്ചു. എന്നെ അനിതയുടെ വീട്ടിൽ കൊണ്ടാക്കാൻ അവൻ എത്ര തിടുക്കമെന്താണെന്നറിയൂ? വീടും പറമ്പും അവനുടനെ വിൽക്കണം. ഭാര്യയുടെ സഹോദരനുമായി ചേർന്ന് എന്തോ ബിസിനസ് തുടങ്ങാനാ. വലിയ ലാഭം കിട്ടുന്ന ബിസിനസ് അത്രേ. ആയിക്കോട്ടെ, ഞാൻ എവിടെ പോകുന്നു എന്ന് ചിന്തിച്ച് അവൻ വിഷമിക്കണ്ട. ആരുമില്ലാത്തവർക്ക് പോകാൻ ഒരിടമുണ്ടല്ലോ കൃഷ്ണൻ നായരെ. എന്താണ്? മോനെ ആദർശ്, ഫിസിക്സ് കഴിഞ്ഞോ? കഴിഞ്ഞു. എങ്കിൽ കെമിസ്ട്രി തുടങ്ങിക്കോളൂ. ഉറക്ക വായിക്കൂ, ഇല്ലെങ്കിൽ ഉറക്കം വരും. That is why chemistry is called the science of atoms and molecules. Can we see weight and number of the atomic number of molecules in given mass?
ശിഥിലമായി രാത്രി നീല നക്ഷത്രങ്ങളകലയായി വിറകൊള്ളുന്നു. ശിഥിലമല്ലടാ മോനെ, ശിഥിലം. ശിഥിലമായി രാത്രി നീല നക്ഷത്രങ്ങളകലയായി വിറകൊള്ളുന്നു. ഇങ്ങനെ ഈ ഗഗനവീഥിയിൽ ചുറ്റിക്കറങ്ങുന്ന വിരഹിയാം നിശാമാരുതൻ പാടുന്നു. എൻ്റെ അശോക സാറേ, ആ വെള്ളം അങ്ങ് വാങ്ങി വെച്ചേരെ. അത് നടക്കാൻ പോകുന്നില്ല. നടക്കാത്ത എന്താ തോമാച്ച? ആദർശിൻ്റെ എൻട്രൻസ് എക്സാം കഴിഞ്ഞാലുടൻ ഞങ്ങൾ നാട്ടിലേക്ക് പോകും. ഇവിടെ ഇപ്പം മോൻ്റെ എക്സാം കഴിയുമ്പോൾ മോളുടെ എൻട്രൻസ് ടൈം ആവും. അല്ലെങ്കിൽ തന്നെ സാറിൻ്റെ പിള്ളേർ നാട്ടിൽ പോയി ജീവിക്കുമെന്ന് സാറ് കരുതുന്നുണ്ടോ? നമ്മളൊക്കെ ഇവിടെ പെട്ടുപോയി സാറേ. നാട്ടിൽ അച്ഛൻ ഒറ്റയ്ക്കാ, പോവാതെ പറ്റില്ല. നാട്ടും പുറത്ത് എല്ലാവരുടെയും പ്രായമായ അച്ഛനും അമ്മയും തന്നെയാ. ഇവിടെ ഇത്തിരി അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറി ഒരു 5 സെന്റ് ഒപ്പിക്കാൻ നോക്ക്. ആ, ഒരു ബാങ്ക് ലോൺ, ഒരു ചിട്ടി, ഒരു PF അഡ്വാൻസ്, ചെറിയ ഒരു കൈവായ്പ പോരെ. അല്ലാതെ ചുമ്മാ നാടെന്ന് പറഞ്ഞിരുന്നാ എന്നും വാടക വീടായിരിക്കും ശരണം, ഇല്ലയോ സാറേ? ചെക്കിൽ എന്തെങ്കിലും വേണമെങ്കിൽ നേരത്തെ പറയണം, അല്ല സമയത്ത് ഓടി വരരുത്. അച്ഛൻ്റെ കാലശേഷം നാട്ടിലുള്ള പ്രോപ്പർട്ടി ഡിസ്പോസ് ചെയ്താൽ ഇവിടെ ഒരു ചെറിയ വീടിനുള്ളത് കിട്ടില്ലേ? പിന്നെന്താ പ്രശ്നം? ഇന്ന് തീയതി 21. ഇന്ന് തന്നില്ലെങ്കിൽ നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ അശോകൻ സാർ എന്നോട് ഇത് കട ചോദിക്കും. സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്കെല്ലാം മാസാവസാനമാകുമ്പോൾ 1500-2000 രൂപയുടെ കുറവ് വരും. പലിശക്കാരനെന്ന് ദുഷ്പേരുണ്ടെങ്കിലും ആരെങ്കിലും പണം കടം ചോദിക്കുമ്പോൾ എനിക്ക് വലിയ വിഷമമാണ്. ഞാൻ കുറേ നേരം അങ്ങനെ നിന്നു. പുറത്താരെയും കാണുന്നുമില്ല. അപ്പോഴുണ്ട് സർവാംഗം നനഞ്ഞ് ഇതാ കയറി വരുന്നു. ആരെ? ഭവാനി. ഓ, ഞാൻ വിചാരിച്ച തള്ളയായിരിക്കും. ആ ഒരു സുഖമില്ലാതെ അകത്ത് കിടക്കില്ലയോ? എന്നിട്ട് എന്നെ കണ്ട ഉടനെ കൃഷ്ണേട്ടനോ എന്നൊരു ചോദ്യം. എന്നിട്ട് പറഞ്ഞു ഞാനേ ഇതൊക്കെ ഒന്ന് അപ്പുറത്ത് പോയി മാറിയിട്ട് വരാം. ഏ സുമതി, എന്തോന്നാ അവിടെ കരിച്ചു പോയിക്കുന്നേ? തീ കെട്ടുപോയതാ. ഉമ്മർത്ത് ആളിരിപ്പുണ്ട്. ഓ, കുറച്ച് കഴിഞ്ഞ് 1.5 മുണ്ടോ കൊടുത്ത് ഒരു പൊട്ടൊക്കെ തൊട്ട് കണ്ണൊക്കെ എഴുതി ആള് പുറത്തേക്ക് വന്നു. ഒരു കട്ടൻ ചായ എടുക്കട്ടോ എന്നൊരു ചോദ്യം. ഇപ്പൊ വേണ്ട, എന്നാ പിന്നെ അകത്തോട്ടിരിക്ക എന്നിങ്ങനെ പറഞ്ഞോണ്ടിരിക്കുമ്പോഴത്തേക്ക് എന്നിങ്ങനെ 1-2 പറഞ്ഞോണ്ടിരിക്കുമ്പോ മഴ അങ്ങ് തോർന്നു. പിന്നെന്താ, ഞാനിങ്ങ് പോരുകയും ചെയ്തു. അയ്യേ, എന്റെ സുമതിയെ പശുവിന് പുല്ല ഉള്ളറ്റോ കൊടുക്കൂ. അത് കിടന്ന് അമർന്ന് കേട്ടില്ലേ? കേട്ടു, ദാ വരുന്നു.
ഒബ്സ്ട്രക്ഷൻസ്, ഉദ്ദിഷ്ട കാര്യത്തിന് വിഘ്നം. ആക്ച്വലി യുവർ ടൈം ഈസ് നോട്ട് ഗുഡ്. മകനും 7 ശനിയാ. വിദ്യാതടസ്സം, മനക്ലേശം, വ്യാധി, വ്യവഹാരം, ഓൾ ടുഗദർ സം സോർട്ട് ഓഫ് ഒബ്സ്ട്രക്ഷൻസ്. +2 പരീക്ഷ അടുത്ത തിങ്കളാഴ്ച തുടങ്ങുക. വിദ്യാസരസ്വതി യന്ത്രം ധരിക്കുന്നത് അത്യുത്തമം. സർവ തടസ്സങ്ങളും മാറും. 100% ഗ്യാരണ്ടി. ഇന്ന് വലിയ വലിയ നിലയിലിരിക്കുന്ന പലരുടെയും അരയിലും കയ്യിലും കഴുത്തിലും ഈ രാജേഷ് ധർമ്മന്റെ ഓരോരോ യന്ത്രങ്ങൾ കാണാം. ഡോണ്ട് വറി, എവറിത്തിങ് വിൽ ബി ഓൾ റൈറ്റ്. വിദ്യാസരസ്വതി യന്ത്രം ധരിച്ചാൽ മാറുന്ന പ്രശ്നമേ ഉള്ളൂ. പോം വഴിയുള്ളപ്പോൾ നമ്മളെന്തിനാ വെറുതെ ഇരുട്ടി തപ്പുന്നേ? ഓരോരോ അന്ധവിശ്വാസങ്ങൾക്ക് വിൽക്കാനിനിയേ ഇതേ ബാക്കിയുള്ളൂ. നമ്മുടെ മോളെ കെട്ടിക്കാറാവുമ്പോൾ സ്വർണത്തിനോടുള്ള മനുഷ്യന്റെ ഭ്രമമൊക്കെ മാറും. വെറും ഒരു മെറ്റലിനോട് എന്തിനാണാവോ ഇത്രയും വലിയ ക്രേസ്? എന്നെ കൊണ്ടെത്തും. അമ്മേ ദേവി. ഒരുപാട് സ്വപ്നങ്ങൾ നെയ്തു കൂട്ടി. ഒന്നും മിണ്ടുവാനാരുമില്ലെങ്കിലും എന്തോ പറയുന്നുണ്ടാരോ. ഒന്നും പരസ്പരം പങ്കുവയ്ക്കാനില്ല എങ്കിലും കൂടെയുണ്ടാരോ.
നീ മാത്രമേ വന്നുള്ളൂ? അവന് നാളെ പരീക്ഷ തുടങ്ങല്ലേ അച്ഛാ. നാല് മണിക്കെടുക്കും. വൈകിയാ പിന്നെ എല്ലാവർക്കും ബുദ്ധിമുട്ടാവില്ലേ? ആ ഓക്കെ. ആ ചെല്ലു. നേരെ നോക്കി ചവിട്ട്. അങ്ങനെ 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 വളയ്ക്കല്ലേ, നേരെ. നീ വലിയ ആളാവുമ്പോ പറയണം സൈക്കിൾ വാങ്ങിച്ചു തന്നതും ഓടിക്കാൻ പഠിപ്പിച്ചതൊക്കെ ഈ ദിവാകരൻ മാമനാണ്. നോക്കി നോക്കി, നേരെ നോക്കി. അവന്റെ ജീവിതത്തിലെ ആദ്യത്തെ വാഹനം ഈ ദിവാകരൻ മാമന്റെ കയ്യിൽ നിന്ന് തന്നെ ആയിക്കോട്ടെ എന്ന് കരുതി. അങ്ങനെ പറയത്തക്ക അസുഖമൊന്നും ഉണ്ടായിരുന്നില്ല. ഇന്നലെ രാത്രിയിലായിരുന്നു സംഭവം. കാർഡിയാക് അറസ്റ്റ്. അടുത്ത വീട്ടിലെ പയ്യനെ രാവിലെ കണ്ടത്. ഓക്കെ ഓക്കെ. 4 മണിക്കെടുക്കും. ഓക്കെ. Start. 1, 2, 3. Up. ഹലോ. ഞാനാ.
എന്താച്ചാ? അടുത്ത ആഴ്ച 2-3 ദിവസം അടുപ്പിച്ച് അവധിയില്ലേ? അപ്പോൾ നീയും അവളും പിള്ളേരും കൂടെ. മോൻ്റെ എൻട്രൻസ് എക്സാം എടുത്തിരിക്കുകയല്ലേ അച്ഛാ? എല്ലാ ദിവസവും രാവിലെ മുതൽ ക്ലാസ്സാ. ഇപ്പോൾ വന്നാൽ ശരിയാവില്ല. വേറെ ഒരു കാര്യത്തിലോട്ടും അവൻ്റെ ശ്രദ്ധ പോകാൻ പാടില്ല അച്ഛാ. അച്ഛനറിയാമല്ലോ എൻട്രൻസ് ഒന്നും. അതെ, മക്കള് വലുതായ ഓരോരോ ഇടങ്ങളിലേക്ക് പോകും. നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ അവർക്ക് എപ്പോഴും ഇങ്ങോട്ട് ഓടിയെത്താൻ കഴിയും. നമ്മളല്ലേ അത് മനസ്സിലാക്കേണ്ടത്. അല്ല, ഇതൊക്കെ എന്നോട് പറഞ്ഞ ആളിപ്പോ ഇങ്ങനെ അങ്ങ് വിഷമിച്ചാലോ? അച്ഛനാ വിളിച്ചത്. ഈ ആഴ്ച അങ്ങോട്ട് ചെല്ലുമെന്ന്. +2 പരീക്ഷ കഴിഞ്ഞാൽ നമ്മൾ ഫ്രീ ആയെന്നാ അച്ഛൻ വിചാരിക്കുന്നത്. എൻട്രൻസ് എക്സാമിനേഷൻ്റെ സീരിയസ്നെസ്സിനെ കുറിച്ച് അച്ഛന് മനസ്സിലാവാഞ്ഞിട്ടാ. നമ്മളിവിടെ മുള്ളിൻ്റെ മുനയിൽ നിൽക്കുകയാണെന്നൊന്നും അച്ഛൻ അറിയേണ്ട കാര്യമില്ലല്ലോ. ആ, Good morning, everybody. I need only 15 minutes to talk about your children. Yes. All right. On your marks. Get set. Go! We have only 28 days for the entrance examination. ഇതൊരു ഓട്ടപ്പന്തയാണ്. നമ്മളൊരു ഓട്ട മത്സരത്തിലാണിപ്പോൾ. ഇഞ്ചോടിഞ്ചുള്ള മത്സരം, ഇഞ്ചോടിഞ്ചുള്ള പോരാട്ടം. Who will be the winner? Who will be the winner? ആരാണ് മുന്നിൽ? ആരാണ് മുന്നിൽ? ആരാണ് മുന്നിൽ? നിങ്ങളുടെയും കുട്ടികളുടെയും ലൈഫിലെ ഏറ്റവും പ്രഷ്യസായ 28 ദിവസങ്ങൾ. Only 672 hours. വിജയുടെ പിന്നാലെയാണ് ലോകം. വിജയുടെ പിന്നാലെയാണ് ലോകം. ലക്ഷ്യം വിജയമാണ്. ആമേൻ. ഏറ്റവും മികച്ച വിജയം. കുട്ടികളെ ഏറ്റവും ഉയർന്ന നിലയിൽ എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനാണ് നമ്മൾ ഈ കഷ്ടപ്പെടുന്നത്. അവരുടെ നല്ല ഭാവിയാണ് നമ്മുടെ അൾട്ടിമേറ്റ് എയിം. Victory is what matters. തോറ്റുപോയാൽ എന്ത് ചെയ്യും? എന്ത് ചെയ്യും? എന്ത് ചെയ്യും? തോറ്റാൽ എന്ത് ചെയ്യും? Tell me. മക്കൾ നല്ല നിലയിലായാൽ വയസ്സുകാലത്ത് നമ്മുടെ ലൈഫും ഭദ്രമായിരിക്കും. Okay, come to the point. We have only 672 hours. That's very important. ഓരോ സബ്ജക്റ്റിനും എത്ര മണിക്കൂർ നൽകണം? സിസ്റ്റമാറ്റിക് ആയ സ്റ്റഡി, റിവിഷൻ, ക്വസ്റ്റ്യൻ പേപ്പർ എക്സസൈസ്. കുട്ടികളെ നമ്മൾ വെൽ പ്രിപ്പയർഡ് ആക്കണം. Have you ever thought about losing? But winning is what matters, my friends. And because laughter is the best medicine. പഠിക്കുന്നതിനേക്കാൾ പ്രാധാന്യം പഠിപ്പിച്ചത് സമയത്ത് ഓർക്കാൻ പഠിക്കുക എന്നതാണ്. സ്വാഭാവികമായി കുട്ടികൾക്ക് ടെൻഷനും സ്ട്രെസ്സും ഉണ്ടാകാം. But winning is fun. Laugh. Laugh. ചിരിക്കൂ.
ഞാൻ കൃഷിയുമായി നാട്ടിൽ കൂടിയത് പലർക്കും ഇപ്പോഴും ഉൾക്കൊള്ളാനായിട്ടില്ല. അച്ഛൻ ഒരു ആയുസ് കൊണ്ടുണ്ടാക്കിയെടുത്ത കൃഷിയും പറമ്പൊക്കെ ഉപേക്ഷിച്ചിട്ട് എന്ത് ജോലി നേടിയിട്ടെന്താ? അച്ഛൻ്റെയും അമ്മയുടെയും സന്തോഷത്തിനപ്പുറം എന്താ വേണ്ടത്? നമ്മുടെ ചിറക്കര ആദ്യം പുറം ലോകം അറിഞ്ഞത് അശോകൻ ചിറക്കര എന്ന കവിയിലൂടെയാണ്. ചിറക്കരയുടെ ഐഡന്റിറ്റിയായ ചിറ നികത്തി ബിൽഡിംഗ് പണിയുക എന്ന് വെച്ചാൽ നമ്മുടെയൊക്കെ ഐഡന്റിറ്റിയെ മണ്ണിട്ട് മൂടുക എന്നല്ലേ അർത്ഥം? അത് അനുവദിക്കാൻ പാടില്ല. ആകാശച്ചിറ എന്ന കവിത ചൊല്ലി ജലാശയ സംരക്ഷണ സമിതിയുടെ സമരം അശോകൻ ഉദ്ഘാടനം ചെയ്യണം. ആ പ്രോപ്പർട്ടി അവർ വിലയ്ക്ക് വാങ്ങിയ സ്ഥിതിക്ക് ആകാശവും വായുവും പോലെ ജലാശയവും വിൽക്കാനും വാങ്ങാനും പാടില്ല എന്നൊക്കെയല്ലേ അശോകൻ കവിതയിലും പറയുന്നത്. ജീവൻ പറയുന്ന ആശയം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ ജനുവിനായ സമരങ്ങളൊന്നും പരാജയപ്പെടില്ല, പരാജയപ്പെടാൻ പാടില്ല. ചിറ നികത്തുന്നതിനെതിരായിട്ടുള്ള സമരം ഞാൻ ഉദ്ഘാടനം ചെയ്യണമെന്ന് കേട്ടു. സമരത്തിന് പോകാന്ന് വെച്ചാൽ തന്നെ എവിടെയാ സമയം? ചിറ മണ്ണിട്ട് മൂടട്ടെ, നമുക്ക് സ്വന്തം കാര്യം മാത്രം നോക്കിയാൽ മതിയല്ലോ. കൊള്ളാം, മിടുക്കൻ. നീ വരയ്ക്കുന്ന കാര്യമൊന്നും അശോകൻ പറഞ്ഞിട്ടില്ലല്ലോ. ആരാ നിന്റെ റോൾ മോഡൽ? അങ്ങനെയൊന്നുമില്ല, റിയാസ് കോമുവിന് എനിക്കിഷ്ടം. ആഹാ, നീ വളരെ അപ്ഡേറ്റഡ് ആണല്ലോ. ആ അശോക, ദാ നോക്കേ, നല്ല സ്ട്രോക്കാ. ഇവനൊരു ചെറിയ ഗൈഡൻസ് കിട്ടിയ ഇവന്റെ എക്സാമിന് ഇനി കുറച്ച് ദിവസമേ ഉള്ളൂ. നീ വെറുതെ ആവശ്യമില്ലാതെ അതും ഇതും പറഞ്ഞ് വന്നേ. നല്ല ക്രാഫ്റ്റ്. അവനിരുന്ന് പഠിക്കട്ടെ ജീവ. ഇങ്ങെടുക്ക്, മോൻ പഠിക്ക. ജീവൻ ഊണിനുണ്ടാവുന്ന കരുതി ഇരുന്നാ പറ്റില്ല. ചിറക്കരയെന്ന് പുറത്തുപോയി എല്ലാവരെയും കണ്ട് വിവരം പറയണം. എന്തായാലും അശോകൻ വരണം. അശോകേട്ടൻ വരും. ചിറ മണ്ണിട്ട് മൂടുന്നതിനെതിരെ എപ്പോഴും സംസാരിക്കുന്നത്. ഈ പരിസ്ഥിതി പ്രശ്നത്തിലൊക്കെ ഏട്ടന് പഴയതുപോലെ ഇപ്പോഴും വലിയ താല്പര്യ. എനിക്കറിയാം, പഴയ തീപ്പൊരിയല്ലേ. അശോ, ശരി, പോട്ടെ പോലെ. അതെ, മോൻ്റെ ഒരു ഉഗ്രം പടം എടുത്ത് കയ്യോടെ അങ്ങ് തന്നേക്കണം. റിസൾട്ട് വരുന്നതിന്റെ അടുത്ത ദിവസം ജേക്കബ് ബനാന ടോണിന്റെ പരസ്യത്തിന്റെ മോഡൽ ആദർശായിരിക്കും. പറഞ്ഞത് കേട്ടല്ലോ, മറക്കരുതേ. അശോക, ഫ്രീ ആയിട്ട് വേണ്ട കേട്ടോ. മോഡലിന്റെ ചാർജ് എത്രയാന്ന് വെച്ചാൽ അശോകൻ തീരുമാനിച്ചാൽ മതി. സാർ, ഒരു 7 ദിവസത്തെ ലീവ് വേണം. എന്തായാലും ഇവിടെ ഇരുന്നാൽ അശോകന് ഇരിപ്പുറക്കില്ല എന്നറിയാം. 7 or 10 എടുത്തോ. അപ്പോ ഓൾ ദ ബെസ്റ്റ്. സാറ് ട്രീറ്റിന്റെ കാര്യം മറക്കണ്ട. കൊള്ളാം, മറക്കുകയോ? എൻട്രൻസിന്റെ അടുത്ത ദിവസം നമ്മളെല്ലാം ഒരുമിച്ച് അടിച്ച് പൊളിക്കുകയല്ലേ, അല്ലേ അശോക? മോനു വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണം. തീർച്ചയായിട്ടും. പോയിട്ടോ.
ഓഫീസിലെല്ലാവരും പറയുന്നത് മോന് ഫസ്റ്റ് റാങ്ക് കിട്ടുമെന്നാ. ഫസ്റ്റ് റാങ്ക് ഇല്ലെങ്കിലും മോൻ വിചാരിച്ച ആദ്യത്തെ 10 റാങ്കിനുള്ളിൽ വരണം. അച്ഛൻ്റെ ഒരു ആഗ്രഹ. ഡോക്ടർ ആദർശ് അശോക്. മോനിരുന്ന് പഠിക്കാം. ഓം ഹ്രീം 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 ശ്രീം 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 ഐം 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 മഹാകാളി മഹാലക്ഷ്മി മഹാസരസ്വതി രൂപായി നവകോടിമൂർത്തയേ ദുർഗായേ നമഃ. ആപദോ മേ നാശയ നാശയ സമ്പദോ മേ പ്രാപയ പ്രാപയ സകല മനോരഥാൻ മേ സാധയ സാധയ ഏഹി പരമേശ്വരി ദുർഗാം ദേവീം ശരണമഹം പ്രപദ്യേ. അമ്മേ ഭുവനേശ്വരി ദേവി അമരാംബികയാം ഹൃദയേശ്വരി. അമ്മേ ഭുവനേശ്വരി ദേവി അമരാംബികയാം ഹൃദയേശ്വരി. സംസാരസാഗരം നീന്തുമടിയെന്ന് തുണയേകണേ ജഗദീശ്വരി. തുണയേകണേ ദേവി. സകല സമാന്തര സമ്മോഹിനി നീ തവ ചരണം പണിയുമ്പോൾ. സകല സമാന്തര സമ്മോഹിനി നീ തവ ചരണം പണിയുമ്പോൾ. അമ്മേ ഭുവനേശ്വരി ദേവി അമരാംബികയാം ഹൃദയേശ്വരി. ഒരു ജന്മമാകെ ഞാൻ കണ്ട സ്വപ്നങ്ങൾ ഒടുവിൽ സാർത്ഥകമാകേണമേ. ഒരുപാടു നാളായി ഉള്ളിൻ്റെ ഉള്ളിലായി കുടികൊള്ളും ആശകൾ നിറവേറണേ. എല്ലാം അറിയും ഏകാന്തവാസിനി എൻ ജന്മദാഹം ശമിപ്പിക്കണേ ശമിപ്പിക്കണേ. അമ്മേ ഭുവനേശ്വരി ദേവി അമരാംബികയാം ഹൃദയേശ്വരി. വിനകളകറ്റണമെൻ്റെ മനസ്സിലെ മതിമോഹങ്ങൾ നടത്തേണമേ. അസ്വസ്ഥ ചിന്തയാം ദുസ്വപ്നമൂർത്തികൾ താണ്ഡവമാടും ഹൃദയാശ്രമം. അവിടെ ചാമുണ്ടിയായി നീ വരേണേ എൻ ജന്മദാഹം ശമിപ്പിക്കണേ ശമിപ്പിക്കണേ. നമസ്കാരം. വാർത്തകൾ. ഞാൻ പ്രിയ എസ് രാജ്. സംസ്ഥാന മന്ത്രിസഭ വികസിപ്പിച്ചു. പുതിയ 2 മന്ത്രിമാർ. സംസ്ഥാനത്ത് നാളെ മെഡിക്കൽ എഞ്ചിനീയറിംഗ് പ്രവേശന പരീക്ഷ. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്ത് നാളെ മെഡിക്കൽ എഞ്ചിനീയറിംഗ് പ്രവേശന പരീക്ഷ നടക്കും.
70,000 വിദ്യാർത്ഥികളാണ് ഇത്തവണ പരീക്ഷ എഴുതുന്നത്. സംസ്ഥാന എൻട്രൻസ് കമ്മീഷണർ ശ്രീ OC മോഹൻരാജ് ഇപ്പോൾ തിരുവനന്തപുരം സ്റ്റുഡിയോയിലുണ്ട്. ശ്രീ OC, എന്തെല്ലാം ക്രമീകരണങ്ങളാണ് നടപ്പാക്കിയിട്ടുള്ളത്? പരാതികളൊന്നുമില്ലാതെ പരീക്ഷ നടത്തുക എന്നുള്ളതാണ് ഞങ്ങളുടെ മുന്നിലെ ഏറ്റവും വലിയ വെല്ലുവിളി. ആ വെല്ലുവിളി ഞങ്ങൾ ഏറ്റെടുക്കുകയാണ്. കുറ്റമറ്റ രീതിയിൽ എൻട്രൻസ് എക്സാം നടത്തുന്നതിനോടൊപ്പം ഏറ്റവും പെട്ടെന്ന് റിസൾട്ട് പബ്ലിഷ് ചെയ്യാൻ വേണ്ട ക്രമീകരണങ്ങളും ഞങ്ങൾ കൈക്കൊണ്ടിട്ടുണ്ട്. മോന് കട്ടൻ കാപ്പി എടുക്ക്. Is it possible to count the number of the atoms and molecules and give half of the number of the atoms and molecules? We will like to the answer. മോൻ ഇന്നലെ ഉറങ്ങിയില്ലായിരുന്നോ? മോൻ ഇന്നലെ രാത്രി മുഴുവൻ ഉറങ്ങിയിട്ടേ ഇല്ല, പഠിക്കുകയായിരുന്നു. ഒന്നും മറന്നിട്ടില്ലല്ലോ? ഇല്ല. ഹാൾ ടിക്കറ്റ്, ഓക്കെ, പേന, പെൻസിൽ, കുടിക്കാൻ വെള്ളം. ഓക്കെ. ഹാളിൽ കയറുന്നതിന് മുമ്പ് ടോയ്ലറ്റിൽ പോയി ഒന്നുകൂടി മൂത്രം ഒഴിക്കണം. ദാഹം തോന്നിയാൽ മാത്രം ഒന്ന് ചുണ്ട് നനച്ചാൽ മതി. ക്വസ്റ്റ്യൻ പേപ്പർ എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥിച്ചിട്ട് വാങ്ങണം. പിന്നെ ഒരു സെക്കൻഡും പാഴാക്കരുത്. ഇത് വെച്ചോ, അമ്മയുടെ ഫോൺ. പരീക്ഷ കഴിഞ്ഞാലുടൻ എനിക്ക് അങ്ങോട്ട് വിളിക്കാമല്ലോ. തിരക്കിനിടയിൽ നീങ്ങിയെത്താൻ 7-8 മിനിറ്റ് എടുക്കും. അച്ഛൻ അമ്പലത്തിൽ പോയി ഒരർച്ചന കൂടെ നടത്താം. മോൻ ചെല്ല്.
നമ്മളൊരു ഓട്ട മത്സരത്തിലാണിപ്പോ. ഇഞ്ചോടിഞ്ചുള്ള മത്സരം. ആരാണ് മുന്നിൽ? ആരാണ് മുന്നിൽ? ആരാണ് മുന്നിൽ? വിജയുടെ പിന്നാലെയാണ് ലോകം. വിജയുടെ പിന്നാലെയാണ് ലോകം. തോറ്റുപോയാൽ ഫസ്റ്റ് റാങ്ക് ഒന്നും വേണ്ട, പക്ഷെ മോൻ വിചാരിച്ച ആദ്യത്തെ 10 റാങ്കിനുള്ളിൽ വരാൻ പറ്റും. വരണം. അച്ഛന്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ്. ലക്ഷ്യം വിജയമാണ്. കുട്ടി ഉറങ്ങി. എഴുന്നേക്കുമ്പോ ഓക്കെ ആവും. സ്ട്രെസ്സും ഉറക്കില്ലായ്മയും കൊണ്ടുള്ള പ്രോബ്ലം. അശോകന്റെ BP ഇപ്പോഴും ഹൈയാ. ഇത് പുറത്തുനിന്ന് വാങ്ങാനാ. വാങ്ങിട്ട് വരാം. അശോക, ഈ ഗുളിക കഴിക്കുക.
അശോകൻ DHS വർക്ക് ചെയ്യുന്ന കാരണം ഡോക്ടർമാരുടെ അല്പ റെസ്പെക്റ്റ് കൂടുതൽ കാണും. അതോ ജലസിയാണോ? റെസ്പെക്റ്റ്, ഇഷ്ടം, ആരാധന, ഇതൊക്കെ അതിൽ കിടക്കുമ്പോഴാണ് പ്രശ്നം. നമുക്കതാകാൻ പറ്റില്ലല്ലോ എന്നുള്ള വിഷമം, ചിലപ്പോൾ നിരാശ തോന്നും. നമുക്ക് സാധിക്കാത്തത് നേടിയെടുക്കാൻ പിന്നെ ഒരു വഴിയേ ഉള്ളൂ, മക്കളിൽ കൂടിയെ സാധിച്ചെടുക്കുക. പിന്നെ അതിനു വേണ്ടിയിട്ടുള്ള ഓട്ടമാണ് നെട്ടോട്ടം. കുട്ടികളുടെ മനസ്സ് വൈറ്റ് പേപ്പർ പോലെയാണ്. അതിൽ രക്ഷകർത്താക്കൾ സ്വന്തം ഇഷ്ടപ്രകാരം ഓരോന്ന് എഴുതി ചേർക്കുമ്പോഴാണ് പൊട്ടും കുത്തും വരയും വീണ് മനസ്സ് വികൃതമാകുന്നത്. കുട്ടികൾ അവരവരുടെ അഭിരുചിക്കനുസരിച്ച് എഴുതുമ്പോൾ മനസ്സൊരു മനോഹരമായ ചിത്രമാകും. കുട്ടികളുടെ ബെസ്റ്റ് ഫ്രണ്ടും മോട്ടിവേറ്ററും കൗൺസിലറും ലൈഫ് സ്കില്ലിൻ്റെ ഗൈഡുമൊക്കെ ആകേണ്ടത് പാരൻസാണ്. അശോകൻ മകൻ്റെ ഇഷ്ടം അന്വേഷിച്ചിട്ടാണോ എൻട്രൻസിന് വിട്ടത്? ഈ കൊച്ചു കൊച്ചു പ്രശ്നങ്ങളുടെ മുമ്പിൽ നീ ഇങ്ങനെ പകച്ചു നിന്നാലോ? പലതും നേരിടണം, പരിഹാരം കണ്ടെത്തണം. അതിനൊക്കെയല്ലേ ജീവിതം എന്ന് പറയുന്നത്. നമ്മൾ കണക്ക് കൂട്ടുന്ന പോലൊന്നും അല്ല കാര്യങ്ങൾ. പ്രീ ഡിഗ്രി തോറ്റ് ഒരു കൊല്ലം നീ വീട്ടിൽ നിന്നല്ലോ, ഓർമ്മയുണ്ട? അച്ഛൻ നിന്നെ വഴക്ക് പറഞ്ഞു, നിരാശപ്പെട്ട് തലയും കുറിച്ച് നടന്നോ? ഇല്ലല്ലോ. സത്യത്തിൽ തോറ്റു വീട്ടിലിരുന്ന ആ സമയത്താണ് നീ നിന്റെ വഴി കണ്ടെത്തിയത്. അപ്പോൾ ഈ ജയവും തോൽവിയൊക്കെ തീരുമാനിക്കേണ്ടത് നമ്മളല്ല, കാലമാണ്. അശോകന്റെ കൂടെയുള്ള ആരാ? ഞാനാ. ഇന്ന് ഡിസ്ചാർജ് ചെയ്യാമെന്ന് ഡോക്ടർ പറഞ്ഞു. നമുക്കൊരു കാര്യം ചെയ്യാം, വീട്ടിലേക്ക് പോവാം. കുറച്ച് ദിവസം അവിടെ നിൽക്കുമ്പം മനസ്സിനും ശരീരത്തിനും ഒരു ശാന്തതയും സമാധാനമൊക്കെ കിട്ടും. കൂടുതലൊന്നും ആലോചിക്കണ്ട, ഇതെൻ്റെ തീരുമാനമാണ്. വെള്ളമൊറ്റ കുടിക്കണോ മോനെ? വെള്ളമൊറ്റ വേണോന്ന്? നിനക്കോ? വേണ്ട. വേണ്ട. വീട്ടിൽ പോയിട്ട് കുടിച്ചാൽ മതിയോ? ശരി. പോകുന്ന വഴിക്ക് എന്തെങ്കിലും ഭക്ഷണം വാങ്ങിച്ചോണ്ട് പോവാ. അവിടെ ചെന്ന് വെച്ചോണ്ടാക്കലൊന്നും നടക്കത്തില്ല, പിള്ളേർക്ക് വിശക്കത്തില്ലയോ? ആ.
പിടിച്ചോണം. മെടുക്കി. ആ ഇട്ടോ 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 ഇട്ടോ. ഓ പിടിച്ചോണം. ആ പോയി 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 പോയി. മുത്തശ്ശ കള്ളക്കളിയാ കളിക്കുന്നെ. മുത്തശ്ശന്മാരെ കള്ളക്കളി കളിക്കുവോ? നീ കൊണ്ടിട്ടെ. ആ പിടിച്ചോണേ. അതും പോയി അതും പോയി അതും പോയി. ഇടേ ഇങ്ങോട്ടോ. നേരെ അടിച്ചേരാ. ആ പിടിച്ചോണം. പിടിച്ചോ. ഇങ്ങോട്ടോ. ആ കയറിക്ക. എടോ ഇങ്ങോട്ട് കയറിക്കടോ. ആ പിടിച്ചോളാം. ആ ആ ഇങ്ങോട്ട് ഇങ്ങോട്ട്. ആ പൊക്കി അടിക്കാൻ പോണു. പിടിച്ചോണം. ആ ഇട്ടോ ഇട്ടോ ഇട്ടോ. പിടിക്കാൻ പിടിച്ചോ. ഇട 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 ഇട. ഇത് പെൺപിള്ളേരുടെ കളിയല്ല. എടാ പിടിച്ചോടാ. അടി 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 അടി. അത് തന്നെ. അതെ ഒന്നുകൂടെ പിടിച്ചോ. ദാ പച്ചക്കറി. ഇത് പ്രസാദ്. ദാ നിന്റെ പേരിൽ വഴിപാട് നടത്തിയിട്ടുണ്ട്. ഉച്ചയ്ക്ക് പോയി വാങ്ങിച്ചോണം. ഓ ആ പിച്ചതിങ്ങെടുത്തേ. ഇതരിയണ്ടേ? അച്ഛൻ പോയി കുട്ടികളുടെ അടുത്തിരിക്കും. അപ്പൊ പിന്നെ ഇത് ആരരിയും? ആ എന്നാ പിന്നെ നടന്നോട്ടെ. ഒന്ന് ഇറക്കണം സാർ. ഇറക്കാം ഇറക്കാം ഇറക്കാം. ചുമ്മാ ഇരി. എന്തുവാ ചേട്ടാ? അച്ഛാ ഊണ് കാലായിട്ടുണ്ട്. ആ ഊണ് കാലായിട്ടുണ്ടെന്ന്. എന്നാ പിന്നെ അത് കഴിഞ്ഞിട്ടാകാം. നല്ല കാര്യമല്ലേ? ആയിക്കോട്ടെ. എഴുതട്ടോ എഴുതട്ടോ എഴുതട്ടോ. അമ്മേ ആ കൈ കൊടുത്താ. ഓടിയ
പറഞ്ഞ പോലെ ഊണിന് മുമ്പ് ഒരു ചെറിയ ചടങ്ങുണ്ട്. ഈ പരിഷ്കാരമൊക്കെ ഇവിടെയും വെച്ചു. പിള്ളേരുടെ ഏർപ്പാടാ. അശ്വാ പിടിക്ക, പിറന്നാളുകാരൻ മുറിക്ക. ഇത് മുറിക്കുമ്പോൾ ഒരു പാട്ട് പാടുന്നില്ലൂ. Happy birthday to you. 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 Acha. ഇത് മതി. ഷുഗറാ ചേട്ടാ, ഇത് അതിനേക്കാൾ ഷുഗറാ. അങ്ങനെ സന്തോഷമുള്ള കുറച്ച് ദിവസങ്ങൾ കടന്നുപോയി. അങ്ങനെ ഇരിക്കെ സുഭദ്ര അപ്പോൾ പൂർണ്ണ ഗർഭിണിയാണ്. ആ സമയത്ത് ധീരന്മാരുടെ കഥ പറയണമെന്നാണ് പഴമക്കാർ പറയുക. അത് അമ്മയ്ക്കും വയറ്റിൽ കിടക്കുന്ന കുട്ടിക്കും ധൈര്യം പകരും. അതുകൊണ്ടാണ് ശ്രീകൃഷ്ണൻ പത്മവ്യൂഹത്തിൻ്റെ കഥ പറഞ്ഞു കൊടുത്തത്. പത്മവ്യൂഹം എന്ന് പറഞ്ഞാൽ അത് ഒരു യുദ്ധതന്ത്രമാണ്. പത്മം എന്ന് പറഞ്ഞാൽ താമര. താമര ഇതള് പോലെ ഭടന്മാരെ അടുക്കി നിർത്തുക. അതിനുള്ളിലേക്ക് കടക്കാൻ അത്ര എളുപ്പമല്ല. അതിന് അസാമാന്യമായ ധൈര്യവും ബുദ്ധിയും വേണം. അച്ഛാ, ഇതാരോടാ പറയണത്? അവള് ഉറങ്ങി. ഉറങ്ങിയോ? അത് ശരി. കൃഷ്ണ കഥ പറയുമ്പോ സുഭദ്ര ഉറങ്ങിപ്പോയി. പക്ഷെ വയറ്റിൽ കിടന്ന അഭിമന്യു അത് മുഴുവൻ മൂളി കേട്ടു എന്നാണ് പുരാണത്തില്. പോട്ടെ, ഉള്ളുകൊണ്ട് അവളെല്ലാം കേട്ട് കാണും. ഇനി എല്ലാരും വന്ന് കിടക്കാൻ നോക്കും മക്കളെ. നേരെ ഒരുപാടായി. വാടാ കിടക്കാം. കൂട്ടുകാരെ കണ്ടിട്ട് കുറച്ചു ദിവസമായില്ലേ? വേണമെങ്കിൽ ഫോൺ ചെയ്ത് കുശലങ്ങളൊക്കെ അന്വേഷിക്കാമല്ലോ അല്ലേ? എനിക്കങ്ങനെ ഫ്രണ്ട്സ് ഒന്നും ഇല്ല. അങ്ങനെ മതിയോ? ഫ്രണ്ട്സൊക്കെ വേണ്ടേ? സിനിമ കാണാറുണ്ടോ? സമയം കിട്ടാറില്ല. കളിയോ? ക്രിക്കറ്റോ ഫുട്ബോളോ? ഇല്ല. ഒരു കാര്യം മോനെ, നമ്മൾ ആരായി തീരണം എന്ന് തീരുമാനിക്കാൻ പറ്റിയ സമയം ഇതാ. എന്താ മോൻ്റെ ആഗ്രഹം? ആരാവണമെന്നാ? പറഞ്ഞോളൂ, എന്തായാലും പറഞ്ഞോളൂ. എൻ്റെ ആഗ്രഹം ഞാൻ എന്നേ മറന്നു മുത്തശ്ശ.
അച്ഛാ, ഞാനൊരു ഡോക്ടറായി കാണണമെന്ന് അച്ഛൻ ഒരുപാട് ആഗ്രഹിച്ചു. പക്ഷേ സോറി അച്ഛാ, അടുത്ത എൻട്രൻസ് ഞാൻ എഴുതിയെടുക്കും. ഉറപ്പാ അച്ഛാ, ഉറപ്പാ. മോനെ, ഇത് 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ സ്റ്റേറ്റ് യൂത്ത് ഫെസ്റ്റിവലിന് മോന് 1ാം സമ്മാനം കിട്ടിയ സർട്ടിഫിക്കറ്റാണ്. ശിശുദിനത്തോടനുബന്ധിച്ച് സ്കൂൾ കുട്ടികൾക്കായി സർക്കാർ സ്റ്റേറ്റ് ലെവൽ നടത്തിയ പെയിൻറ്റിംഗ് കോമ്പറ്റീഷനിലും മോനായിരുന്നു ഫസ്റ്റ് പ്രൈസ്. അന്ന് അവൻ 9ലാ. കാട്ടൂർ നാരായണപിള്ള സാറ് അന്നേ പറഞ്ഞതാ ആദർശിനെ അക്കാഡമിക്കായിട്ട് പെയിൻറ്റിംഗ് പഠിപ്പിക്കണമെന്ന്. വേറെയും ഒരുപാട് സർട്ടിഫിക്കറ്റും ട്രോഫിയും ഒക്കെ കിട്ടിയിട്ടുണ്ട്. ഫൈൻ ആർട്സ് കോളേജിൽ പഠിക്കാനുള്ള തീരുമാനം ആദർശിന്റെ ആണോ അതോ? എൻ്റെ തീരുമാനമാണ് സർ. വാട്ട്സ് ദ റീസൺ ബിഹൈൻഡ് യുവർ ഡിസിഷൻ? എൻ്റെ ഏറ്റവും വലിയ ഡ്രീം, ആംബിഷൻ, പാഷൻ ഒരു ചിത്രകാരനാവുകയാ. ഐ തിങ്ക് ഇറ്റ്സ് ദ ബെസ്റ്റ് വേ ടു എക്സ്പ്രസ് മൈസെൽഫ്.
ഓക്കെ ആദർശ്. വെൽക്കം ടു ഫൈൻ ആർട്സ് കോളേജ്. അശോക ചക്രവർത്തിയുടെ കാലം മുതൽക്കേ അശോകൻ എന്ന പേരുള്ള പലരെയും നമ്മൾ അറിഞ്ഞിട്ടുണ്ടാവും. അതിൽ ഒരു അശോകനെയെങ്കിലും നേരിട്ടും നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ടാവും. സ്വന്തം ആഗ്രഹങ്ങൾ മക്കളുടെ ചുമലിൽ കെട്ടിവെച്ച് വലിയ വലിയ സ്വപ്നങ്ങൾ കാണുന്ന ഈ അശോകൻ ഒരു പരിധിവരെ നമ്മൾ തന്നെയല്ലേ. വ്യാസനെയും കാളിദാസനെയും ടാഗോറിനെയും ഒക്കെ അവരുടെ അച്ഛന്മാർ ഡോക്ടറോ എഞ്ചിനീയറോ ആക്കാൻ ശ്രമിച്ചിരുന്നെങ്കിൽ സർഗഭാവനയുടെ ലോകം എന്തുമാത്രം ശുഷ്കമായി പോയേനെ. അശോകൻ ചിറക്കര യാഥാർത്ഥ്യബോധമില്ലാത്ത സ്വപ്നങ്ങളുടെ ഇരുൾ വഴിയിൽ നിന്ന് തിരിച്ചറിവിൻ്റെ സർഗപ്രകാശത്തിലേക്ക് സഞ്ചരിക്കുകയാണ്. തൻ്റെ ചുറ്റുപാടുകളിലേക്കും തലമുറകളിലേക്കും ആ വെളിച്ചം പ്രസരിക്കട്ടെ എന്ന് പ്രത്യാശിക്കാം.